റിയാസേ വണ്ടി എടുക്ക്. സാറിപ്പോ എങ്ങടെ ഫസ്റ്റ് കൊണ്ട് നേരെ സ്കൂളിലേക്ക് വിട്ടോ, ഇപ്പൊ തന്നെ ലേറ്റായി. റിയാസേ എന്താ സാറേ? 10,000 രൂപ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് കാണാനില്ല. ഞാൻ ഓഫീസിൽ പോയി നോക്കിട്ട് വരട്ടെ. നോക്കാം. ഗ്രൂപ്പിലൊരു വോയിസ് അല്ലേ? ഹലോ, ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ പ്രസിഡന്റിന്റെ പൈസ കുറച്ച് പോയിട്ടുണ്ട് ഓഫീസിന്റെ അവിടെ. ഇപ്പൊ കിട്ടുന്നവരൊന്ന് ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്യണേ. പ്രസിഡന്റ്, ഓഫീസിൽ പൈസ ഇല്ല, ഇനി നമ്മുടെ ഗ്രൂപ്പിലൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ശരി, വണ്ടി കയറും. അതെ, പൈസ നമ്മുടെ 3-ാം വാർഡ് മാറ്റ് സിന്ധു ചേച്ചി കിട്ടിയിട്ടുണ്ട്. സിന്ധു ചേച്ചി വീട്ടിലുണ്ടെന്ന് പറഞ്ഞേ. സാറേ, സിന്ധു ചേച്ചി വിട്ടു പോലെ നേരെ. ഇത് അവരുടെ സത്യസന്ധതയെ 10,000 രൂപ കിട്ടിയിട്ട് തിരിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു ആഘോഷമാക്കണം. കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു, ഒരു പൊന്നാട മേടിച്ചു, ലോക്കൽ ചാനലുകാരൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒരു ആഘോഷം. സുധേട്ട ഒന്നിപ്പോ എന്താ പരിപാടി? എന്താണിപ്പോ പ്രസിഡന്റിന്റെ 10,000 പോയി, അത് പിന്നെ കിട്ടി, ഇനി ആദരവോ? അതൊന്ന് കാണണല്ലോ. പോയോക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് പ്രതിപക്ഷ? പ്രസിഡന്റെ ചാലര് ഇപ്പൊ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. സിന്ധുച്ചേ ഇരിക്കുന്നില്ല, പരിപാടികളുണ്ട്. ഇതിപ്പോ നമുക്ക് പണിയാ കൂട്ടാ. ചേച്ചിക്ക് എവിടുന്ന പൈസ കിട്ടിയത്? നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നേ നമ്മുടെ ഇല്ലാത്ത പൈസ നമുക്ക് വേണ്ട പ്രസിഡന്റ്. പരമാവധി ആൾക്കാരെ അറിയിച്ചില്ലേ? ആൾക്കാർ വന്നോണ്ടിരിക്കല്ലേ? ചേട്ടാ, ഈ ആദരവ് നടക്കുന്ന വീട് ആ വീട് ഇതാണ് അവിടെ. എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ പഞ്ചായത്തിൽ നിന്ന് വരികയായിരുന്നേ, അപ്പണ്ട് റോട്ടിൽ കുറച്ച് പൈസ ഇറക്കണം. അപ്പൊ ഞാൻ കയ്യിൽ പിടിച്ചു. പിന്നെ നോക്കുമ്പോഴാ മെസ്സേജ് കണ്ടത് മെമ്പറുടെ, പ്രസിഡന്റിന്റെ പൈസ പോയി പറഞ്ഞിട്ട്. പ്രസിഡന്റിന് ഒരു ആദരവുണ്ടേ. എന്നാ ഞാൻ രാജേട്ടനെ വിളിക്കട്ടെ കേട്ടോ. രാജേട്ടാ, സ്വീറ്റ്സ് ഒക്കെ എടുത്തോ. എന്നാ പിന്നെ പൈസ പ്രസിഡന്റിന് കൈമാറ്റം ചെയ്താലേ. ഗ്രാമീണ നിഷ്കളങ്കതയുടെ നൈർമല്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിന്ധു ചേച്ചിക്ക് കിട്ടിയ കാശ് തിരിച്ചു കൊടുത്ത് മാതൃകയാവുകയാണ്. പ്രസിഡന്റ് 150 ഉണ്ട്. 150? ചേച്ചി ഇതെന്താ 150? ബാക്കിയോ? ബാക്കിയോ? എനിക്ക് പഞ്ചായത്തിന്റെ അവിടെ 150 കിട്ടിയിട്ടുള്ളൂ. ചേച്ചിയെ പ്രസിഡന്റിന്റെ 10,000 പോയത്. 10,000?